ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ കൂടുതൽ നല്ലതെന്ന ചർച്ച പണ്ട് മുതലേ ഉള്ളതാണ്. വിവാഹത്തിന് മുൻപ് രണ്ടുപേരും എത്രത്തോളം പരസ്പരം മനസ്സിലാക്കുന്നോ അത്രത്തോളം നല്ലത് തന്നെയാണ്. ഇനി ലവ് മാരേജ് ആണ് അല്ലെങ്കിൽ ലിവിങ് ടുഗദറൊക്കെ ആയിട്ടും വിവാഹം കഴിഞ്ഞിട്ടും ജീവിതത്തിലെ അവസ്ഥ വ്യത്യസ്തമായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനി ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യാണ് വാഹനത്തിൽ. അപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയൊക്കെയാണ് കുണ്ടും കുഴിയും അല്ലെങ്കിൽ യാത്രയ്ക്ക് തടസ്സപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി വളരെ നല്ല റോഡാണ്, നമ്മൾ ഓവർ കോൺഫിഡൻസിൽ വണ്ടി ഓടിച്ചു പോയാലും നമുക്ക് അപകടം സംഭവിക്കാം. ഇനി നമുക്ക് പോകുന്ന വഴിയെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല, പക്ഷെങ്കിൽ വളരെ മോശപ്പെട്ട വഴിയാണ്, നമ്മൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു പോയാലും അപകടമൊന്നും സംഭവിക്കാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താനും പറ്റും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയുള്ള വിവാഹമായിരുന്നാലും വിവാഹശേഷം പങ്കാളികൾ വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ് പരസ്പരം മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും അങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് സക്സസ് ആവുന്നത്. ഈ മനസ്സിലാക്കാനുള്ള ഒരു ടിപ്സാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിൽ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.